നമ്മളിപ്പോൾ കിട്ടുന്നൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ഛത്തീസ്ഗഡിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായിരിക്കുന്നു. 6 പേർ മരിച്ചു എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. പി ബസന്ത് വിശദാംശങ്ങളുമായിട്ടുണ്ട്. ബസന്ത്, എന്താണ് സംഭവിച്ചത്? ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിന് സമീപമാണ് ഇപ്പോൾ ട്രെയിനുകൾ കൂട്ടിമുട്ടിയത്. ഇപ്പോൾ 6 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് വരുന്നത്. കോർബ ലോക്കൽ മെമു ട്രെയിനാണ് ബിലാസ്പൂരിന് സമീപം ഒരു ചരക്ക് തീവണ്ടിയിൽ ഇടിച്ച് ഇപ്പോൾ അപകടം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ട്രെയിനിന്റെ എഞ്ചിൻ ചരക്ക് തീവണ്ടിയുടെ പിറകിലേക്ക് ഇടിച്ച് കയറിയ അതിഭയാനകമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 6 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള പ്രാഥമിക വിവരം മാത്രമേ ഉള്ളൂ. വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ തയ്യാറെടുത്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ റെയിൽവേ വ്യക്തമാക്കിയിരിക്കുന്നത്. ട്രെയിനിന്റെ ആദ്യ 2 ബോഗികളും ഈ ഗുഡ്സ് ട്രെയിനിന്റെ മുകളിലേക്ക് ഇടിച്ചു കയറിയ ഒരു സാഹചര്യമാണുള്ളത്. വലിയ തോതിലുള്ള അപകടമാണ് ഉണ്ടായത് എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബിലാസ്പൂർ സ്റ്റേഷന് സമീപം എന്നുള്ള വിവരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പക്ഷേ കൃത്യമായി ഇക്കാര്യത്തിൽ ഒരു ഇത് ലഭിച്ചിട്ടില്ല. ലാൽ ഖാദൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് വരുന്നത്. കോർബ എക്സ്പ്രസ് ആണ് ഇടിച്ചതെന്നും ഉള്ളൊരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മെമു ട്രെയിനാണ് ഇത് 4 മണിയോട് അടുപ്പിച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആദ്യം 2 പേർക്ക് പരിക്ക് എന്ന് മാത്രമുള്ള വിവരമാണ് പുറത്തു വന്നതെങ്കിലും പക്ഷെ ഇപ്പോൾ 6 പേർ കൊല്ലപ്പെട്ടു എന്നാണ് വരുന്നത്. ദൃക്സാക്ഷികൾ പറയുന്നത് വലിയ ശബ്ദത്തോടുകൂടി തീവണ്ടി ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് പറയുന്നത്. കമ്പാർട്ട്മെന്റുകൾ ഇടിച്ച് ചിതറിപ്പോകുന്ന ഒരു കാഴ്ച ഉണ്ടായിട്ടുണ്ട്. വിവിധ ബിലാസ്പൂരിൽ നിന്നും മെഡിക്കൽ സംഘത്തെയും സമീപ ജില്ലകളിൽ നിന്നുള്ള റെയിൽവേ ഉദ്യോഗസ്ഥരെയും ഒക്കെ തന്നെ അങ്ങോട്ടേക്ക് ഇപ്പോൾ സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ നിയോഗിച്ചിരിക്കുകയാണ്. ഈ ഭാഗത്തേക്കുള്ള എല്ലാ തീവണ്ടി സർവീസുകളും റദ്ദാക്കി എന്നാണ് ഇപ്പോൾ റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. മറ്റ് തീവണ്ടികളെ വഴിതിരിച്ച് വിട്ടിരിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് ഇപ്പോൾ റെയിൽവേ പങ്കുവെക്കുന്നത്. എത്ര പേർ മരിച്ചുവെന്നോ എത്ര പേർക്ക് പരിക്കുണ്ട് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ്. ഇത് 6 പേർ മരിച്ചു എന്നുള്ള വിവരം ഇപ്പോൾ വരുന്നത്. പ്രാഥമിക വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ബസന്താണ് വിശദാംശങ്ങൾ നൽകുന്നത്. 6 പേർ മരിച്ചിരിക്കുന്നു. മെമു ട്രെയിനും ചരക്ക് ട്രെയിനിൽ ഇടിച്ചാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. 6 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിലെ വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. രക്ഷാപ്രവർത്തനം, ബസന്ത്, എങ്ങനെയാണ് അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നത്? ബിലാസ്പൂരിൽ നിന്നുള്ള മെഡിക്കൽ സംഘമാണ് ഇപ്പോൾ അവിടെ എത്തിയിട്ടുള്ളത്. മാത്രമല്ല സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള ജില്ലകളിലുള്ള റെയിൽവേ ഉദ്യോഗസ്ഥരോട് സ്ഥലത്തേക്ക് പോകാനുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. 6 പേരുടെ മരണം അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് 6 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളത്. നിർത്തിയിട്ടിരുന്ന തീവണ്ടിയുടെ പിറകിലാണ് ഈ കോർബ മെമു എക്സ്പ്രസ് ട്രെയിൻ ഇടിച്ചു കയറിയത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ 4 മണിയോട് അടുപ്പിച്ച് ഈ സംഭവം ഉണ്ടായി എന്ന് പറയുന്നു. അപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ വരുന്നത്. കൂടുതൽ രക്ഷാപ്രവർത്തനങ്ങൾക്കായി കൂടുതൽ റെയിൽവേ ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും റെയിൽവേ ഒരുക്കുന്നു എന്നാണ് ഇപ്പോൾ റെയിൽവേ ഔദ്യോഗികമായിട്ട് നൽകിയിരിക്കുന്ന വിവരം. ബസന്ത്, മറ്റൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ ബിലാസ്പൂർ എന്ന് പറയുന്ന സ്ഥലം, അങ്ങോട്ടേക്ക് പെട്ടെന്ന് ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ട സംവിധാനങ്ങളൊക്കെ എത്തിക്കാവുന്ന, അല്ലെങ്കിൽ ആളുകൾക്കൊക്കെ എത്തപ്പെടാകുന്ന ഒരു സ്ഥലമാണോ ഇത്? ഇത് ഛത്തീസ്ഗഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലകളിലൊന്നാണ് ബിലാസ്പൂരിലെ സമീപം തന്നെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ലാൽ ഖാദൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ന് വൈകിട്ട് ഈ സംഭവം ഉണ്ടായിരിക്കുന്നതെന്നാണ് അവിടെ നിന്നുള്ള പ്രാദേശിക മാധ്യമങ്ങളുടെ റിപ്പോർട്ട് വരുന്നത്. കോർബ ഈ ബമു ട്രെയിന് ഗുഡ്സിന്റെ അല്ലെങ്കിൽ ചരക്ക് തീവണ്ടിയുടെ നേരിട്ട് ഇടിക്കുകയായിരുന്നു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ വരുന്നു. അവിടെ നിർത്തിയിട്ടിരിക്കുന്ന തീവണ്ടി ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. സിഗ്നലിംഗ് തകരാറാണോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാണോ ഇതിന് വഴിവെച്ചത് എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തതയില്ല. പക്ഷേ പാളം തെറ്റിയിട്ടുണ്ട്. അതായത് ഈ ട്രെയിനിന്റെ മെമു തീവണ്ടി പാളം തെറ്റി തന്നെയാണ് ഇതിൽ ഇടിച്ചു കയറിയത് എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. പി ബസന്താണ് വിവരങ്ങൾ നൽകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ദൃശ്യങ്ങൾ തന്നെ നടക്കുന്ന ദൃശ്യങ്ങളാണ്. മെമു ട്രെയിനും ചരക്ക് തീവണ്ടിയും തമ്മിൽ കൂട്ടിയിടിച്ചാണ് ഈ
അപകടം ഉണ്ടാകുന്നത്. കമ്പാർട്ട്മെന്റ് നമുക്ക് മറ്റ് ട്രെയിനിന്റെ മുകളിലേക്ക് കയറി നിൽക്കുന്നതൊക്കെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. 6 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 4 മണിയോടുകൂടിയാണ് ഈ ട്രെയിനുകൾ കൂട്ടിയിടിച്ച് ഈ അപകടമുണ്ടായത്. ഛത്തീസ്ഗഡിലാണ് ഈ സംഭവം. ബിലാസ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അപകടമുണ്ടായിരിക്കുന്നത്. മെമു വണ്ടിയിലുണ്ടായിരുന്ന 6 പേർ ആയിരിക്കണം ഇപ്പോൾ മരിച്ചിരിക്കുന്ന 6 പേരുടെ മരണം സംഭവിച്ചിരിക്കുന്നു. മറ്റേ ചരക്ക് ട്രെയിനാണ് കടന്നു വന്നത്. ഈ ട്രെയിൻ അപകടങ്ങൾ ഒരു വലിയ ആശങ്കയായി തന്നെ മാറുന്നൊരു സാഹചര്യം നിലവിൽ നമ്മുടെ രാജ്യത്തുണ്ടെന്നുള്ള കാര്യവും പറയാതെ വയ്യ. ഇതിപ്പോൾ എങ്ങനെയാണ് അപകടം ഉണ്ടായെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വരും മണിക്കൂറുകളിലായിരിക്കും അറിയുക. 4 മണിയോടുകൂടി ഉണ്ടായിട്ടുള്ള അപകടം, അവിടേക്ക് വേണ്ട രക്ഷാ സംവിധാനങ്ങൾ, രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. അതൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളാണ്, പ്രാഥമികമായിട്ടുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ നടക്കുന്നൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ആ മരണസംഖ്യ 6 തന്നെ ഇരിക്കട്ടെ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. പക്ഷേ ട്രെയിനിൽ കാണാം ഒരു കമ്പാർട്ട്മെന്റ് അത് മറ്റേ ട്രെയിനിലേക്ക് ഇടിച്ചു കയറി തെറിച്ചു പോയിരിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ അതിന്റെ എത്രത്തോളം വലിയ ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളിലായിരിക്കാം അതിൽ കൂടുതൽ വ്യക്തത ഉണ്ടാവുക.